എല്ലാവരും കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണണേ. ഇത് നോർത്ത് ഇന്ത്യയിൽ നടന്നൊരു സംഭവമാണ്. പ്രബുദ്ധരായ മലയാളികൾ ഇത് കേരളത്തിലല്ലല്ലോ എന്ന് കരുതി സ്കിപ്പ് ചെയ്യാതിരിക്കുക. വഴിയരികിൽ നിർത്തിയിരിക്കുന്നൊരു ഓട്ടോ. അതിൻ്റെ രജിസ്ട്രേഷൻ നമുക്ക് കാണാം. രാജസ്ഥാൻ രജിസ്ട്രേഷനാണ്. ഒരാൾ പെട്രോൾ ഒഴിക്കുകയാണ് ഓട്ടോയ്ക്ക് ചുറ്റും. ഇനി എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നതെന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പെട്രോൾ ഒഴിച്ച് ഓട്ടോ കത്തിക്കുക. കൂട്ടത്തിൽ ബജാജ് കമ്പനിയുടെ ഒരു ഓഫീസും ഇവരിടയ്ക്കിടയ്ക്ക് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. പൊതുനിരത്തിൽ വെച്ച് അങ്ങനെ ആ ഓട്ടോ അവർ കത്തിക്കുകയാണ്. ചുറ്റിനുമുള്ള ആൾക്കാർ ജീവനം കൊണ്ട് ഓടുന്നുണ്ട്. ഏതു നേരവും പൊട്ടിത്തെറിക്കാവുന്നതൊക്കെയാണല്ലോ. പിന്നെ കുറേ ആൾക്കാർ ഫോണും കൊണ്ട് വീഡിയോ എടുക്കുന്നതുമുണ്ട്. കൂട്ടത്തിൽ ഒരു ബജാജ് കമ്പനിയുടെ ഒരു ഓഫീസും കാണിക്കുന്നുണ്ട്. സംഗതി ഇതാണ്, ബജാജ് കമ്പനിയുടെ ഓഫീസിൽ നിന്നും ഇവർ ഈ ഓട്ടോ വാങ്ങുന്നു. സാധാരണക്കാരനായ അയാൾ മിച്ചം പിടിച്ച പൈസയും ലോണൊക്കെ എടുത്തിട്ടായിരിക്കാം ഈ ഓട്ടോ വാങ്ങിയത്. എന്നാൽ ഈ ഓട്ടോ വാങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അയാൾ മനസ്സിലാക്കി താൻ കബളിക്കപ്പെട്ടു എന്ന്. അപ്പോൾ അതിൻ്റെ പ്രതിഷേധം എന്നോണം ബജാജ് കമ്പനിയുടെ ഓഫീസിന് മുന്നിൽ തന്നെ ഓട്ടോ കൊണ്ടു നിർത്തി അങ്ങ് കത്തിച്ചു കളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന പലരും ഓടിക്കൂടി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരെയെല്ലാം അദ്ദേഹം തിരിച്ചോടിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അവിടെ നിന്ന് വിങ്ങിപ്പൊട്ടും നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരൻ്റെ പ്രതിഷേധമാണ് നമ്മൾ ഈ കണ്ടത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം മറ്റൊന്നുമല്ല, ഒരു പോലീസ് അംഗങ്ങളോ ഒരാൾക്കാരോ ഇദ്ദേഹത്തിനെതിരെ ഒരു പ്രശ്നവുമായി മുന്നോട്ട് വന്നിട്ടില്ല. പൊതുജനങ്ങൾക്ക് വിഖ്യാതമുണ്ടാക്കുന്ന രീതിയിൽ പൊതുനിരത്ത് വെച്ചിലാണ് അദ്ദേഹം ആ ഓട്ടോ കത്തിച്ചത്. എന്നിട്ടും അതിനെതിരെ ആരും തന്നെ ഒന്നും പറയുന്നില്ല. ഇങ്ങനെയൊരു സംഭവം നമ്മുടെ കേരളത്തിലാണ് ഉണ്ടായതെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക?